ഡിസംബർ 23 ഇന്ത്യയിൽ കാർഷിക ദിനം അല്ലെങ്കിൽ കർഷക ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. എന്തുകൊണ്ടിങ്ങനെ ആചരിക്കുന്നു? ഈ കർഷക ദിനാചരണമൊക്കെ കൃഷി ദിനാചരണമൊക്കെ നടത്തുമ്പോഴും കർഷകർ ഇപ്പോഴും ഇന്ത്യയിൽ സമരത്തിലാണ്. കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ വീണ്ടും സമരത്തിലാണ് എന്നുള്ളതാണ് ഈ ദിനത്തിലെയും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. ആ വാർത്ത കണ്ട ശേഷം തിരിച്ചു വരാം. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് കൃഷി. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 16% കാർഷിക മേഖലയിൽ നിന്നാണ്. രാജ്യത്തെ 52% തൊഴിൽ നൽകുന്ന മേഖലയും കൃഷി തന്നെയാണ്. രാജ്യത്തു നിന്നുള്ള കയറ്റുമതിയിലും കൃഷി നിർണായക സംഭാവനയാണ് നൽകുന്നത്. 5ാം പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. അദ്ദേഹം കർഷകർക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ജന്മദിനം തന്നെ ഈ ദിനാചരണത്തിനു വേണ്ടി തെരഞ്ഞെടുത്തത്. 2001 മുതലാണ് ചരൺ സിംഗിന്റെ ജന്മദിനം കർഷക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. കൃഷി സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയാകുമ്പോഴും കാർഷിക രംഗം വെല്ലുവിളി നേരിടുകയാണ്. ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും കടബാധ്യത മൂലം ഒരു കർഷകനോ കർഷക തൊഴിലാളിയോ ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് 2022 ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നത്. 2020 ഇന്ത്യ കണ്ടത് ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭം. കാർഷിക നിയമങ്ങൾക്കെതിരായ ഡൽഹി ചലോ മാർച്ച്. 1 വർഷം നീണ്ട സമരത്തിൽ എത്രയോ കർഷകർക്ക് ജീവൻ നഷ്ടമായി. പ്രതികൂല കാലാവസ്ഥയിൽ പോലും അവർ പിന്മാറിയില്ല. ഒടുവിൽ മുട്ടുമടക്കിയ കേന്ദ്ര സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിച്ചു. എന്നാൽ അതൊന്നും പാലിച്ചതുമില്ല. കർഷകർ ഇപ്പോഴും പ്രതിസന്ധികളിൽ. വീണ്ടും സമരവും തുടങ്ങി. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നിർണ്ണയിക്കുന്ന കർഷകരെ ഉൾക്കൊള്ളാത്ത നാട് എങ്ങനെ മുന്നോട്ടു പോകുമെന്നതാണ് ചോദ്യം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞ പോലെ ജയ് ജവാൻ ജയ് കിസാൻ രാജ്യത്തിന്റെ അഭിമാനവാക്യമാണെങ്കിലും കർഷകന് ആ ഗുണം കിട്ടുന്നുമില്ല. കേരളത്തിലും സ്ഥിതി അത്ര മെച്ചമല്ലെന്ന് കർഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.